കോഴിക്കോട് KMCT എഞ്ചിനീയറിംഗ് കോളേജിന്റെ 3ാം നിലയിൽ ഒരു ഗർഭിണിയായ പൂച്ച കുടുങ്ങിപ്പോയി. അപ്പോൾ ഈ പൂച്ചയെ വളരെ സാഹസികമായി രക്ഷപ്പെടുത്തിയ മുക്കം സന്നദ്ധ സേനയെ കുറിച്ചിട്ടാണ് ഈ സ്റ്റോറി പറയുന്നത്. കഴിഞ്ഞ ദിവസമാണ് ഇങ്ങനെ KMCT എഞ്ചിനീയറിംഗ് കോളേജിന്റെ 3ാം നിലയിൽ ഒരു പൂച്ച കുടുങ്ങിപ്പോയത്. സംഭവം എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥികളുടെ ശ്രദ്ധയിൽപ്പെട്ടതോടെ എൻ്റെ മുക്കം സന്നദ്ധ സേനയെ വിവരമറിയിക്കുകയായിരുന്നു. സന്നദ്ധ സേനാംഗങ്ങളായ കബീർ കള്ളൻതോട്, ബാബു എള്ളങ്കൽ, അക്കു മണാശ്ശേരി തുടങ്ങിയവർ ഉടനെ തന്നെ ഈ സ്ഥലത്തേക്ക് എത്തുകയും പൂച്ചയെ രക്ഷപ്പെടുത്തുകയും ചെയ്തു. അപ്പോൾ നമ്മൾ ഈ വാർത്തയിലോട്ട് വരുമ്പോഴേ ഇത് വല്ലാത്തൊരു രക്ഷാപ്രവർത്തനമായി പോയി. എനിക്ക് തോന്നുന്നു ഞാനും ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു രക്ഷാപ്രവർത്തനം കാണുന്നത്. അപ്പോൾ എന്തൊക്കെയാണ് നമ്മുടെ ഈ എൻ്റെ മുക്കം സന്നദ്ധ സംഘടനയുടെ വിശേഷങ്ങൾ, ഒപ്പം കഴിഞ്ഞ ദിവസം നടന്ന സംഭവം എന്താണെന്ന് പറയാം. എൻ്റെ മുക്കം സന്നദ്ധ സംഘടനയെ കുറിച്ച് പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല എന്ന് എനിക്ക് തോന്നുന്നു. ഇടയ്ക്കിടയ്ക്കൊക്കെ നമ്മൾ വാർത്തയിലൊക്കെ വരുന്നതാണ്. കോഴിക്കോട്ടുകാർക്ക് പ്രത്യേകിച്ച് എൻ്റെ മുക്കം സന്നദ്ധ സംഘടന അംഗങ്ങളെല്ലാവരും തന്നെ അറിയാം. കബീർ കള്ളൻതോട്, ബാബു, അതുപോലെ അക്കു, ഇവരൊക്കെ സ്ഥിരം വാർത്തകളിലൊക്കെ വരുന്നതുകൊണ്ട് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ആളുകളാണ്. ഇത് KMCT കോളേജിൽ എങ്ങനെയാണ് ആ പൂർണ്ണ ഗർഭിണിയായ പൂച്ച ഈ സൺഷെയ്ഡിൻ്റെ മുകളിൽ 3ാം നിലയുടെ മുകളിൽ എങ്ങനെയാണ് കുടുങ്ങിയതെന്നും ആർക്കും അറിയില്ല. അവിടെയുള്ള വിദ്യാർത്ഥികളാണ് ഇതിനെ കാണുന്നത്. നോക്കിയപ്പം പൂർണ്ണ ഗർഭിണിയാണെന്ന് മനസ്സിലായി. പിന്നെ ഒന്നും ചിന്തിച്ചില്ല വിദ്യാർത്ഥികൾ. ഉടൻ തന്നെ ഇവരെ ഈ എൻ്റെ മുക്കം സന്നദ്ധ സേനാംഗങ്ങളെ വിവരം അറിയിക്കുകയാണ് ചെയ്തത്. അവർ പിന്നീട് ഒന്നും ചിന്തിക്കാൻ നിന്നില്ല. എല്ലാ സജ്ജീകരണങ്ങളുമായി കോളേജിലെത്തി 4ാം നിലയിൽ നിന്നും ഒരു കയറ് കെട്ടിക്കൊണ്ടാണ് ഈ 3ാം നിലയിലെ സൺസൈഡിലേക്ക് ഇറങ്ങിയത്. നമ്മൾ കണ്ടല്ലോ, ഒരു റോപ്പ് ഉപയോഗിച്ച് അതിനെ ബന്ധിപ്പിച്ച് താഴേക്ക് ഇറക്കുകയാണ് ചെയ്തത്. പൂച്ച ആകെ പേടിച്ചിട്ട് തന്നെയാണുള്ളത്. അത് എനിക്ക് തോന്നുന്നു ഇവർ പറഞ്ഞ പ്രകാരം കുറേ സമയമായി അവിടെ തന്നെ കുടുങ്ങിക്കിടക്കുകയായിരുന്നു തോന്നുന്നു. ആള് ഇറങ്ങി ഓടി രക്ഷപ്പെടുകയാണ് ചെയ്തത്. പേടിച്ചിട്ടായിരിക്കണം. എന്തായാലും ഈ സന്നദ്ധ സേനാംഗങ്ങൾ ചെയ്ത വലിയൊരു കാര്യം തന്നെയാണ്. വിദ്യാർത്ഥികളും വലിയ സന്തോഷത്തിൽ തന്നെയാണ്. നമുക്ക് ആ വീഡിയോയുടെ പിറകിലുള്ള ശബ്ദങ്ങളൊക്കെ കേൾക്കാം. വലിയ കയ്യടിയോടുകൂടി തന്നെയാണ് ഈ സേനാംഗങ്ങളെ അവർ എതിരേറ്റതും. രാവിലെ തന്നെ, അത് ഇന്നലെ ആണെങ്കിൽ കൂടിയും രാവിലെ തന്നെ ഇങ്ങനെയൊരു വാർത്ത നൽകാൻ കഴിഞ്ഞതിൽ സന്തോഷം തോന്നുന്നു സേതു.